നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ? ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങളുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ? നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൽ നിന്നല്ല, മറിച്ച് നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ആത്മസംയമനത്തിൻ്റെ പുരാതന ആചാര്യന്മാരായ സ്റ്റോയിക്കുകൾ ഒരു രഹസ്യം കണ്ടെത്തി. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി പോരാടുന്നത് നിർത്തുമ്പോഴാണ് സമാധാനം ആരംഭിക്കുന്നത്. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ, കൃത്രിമ ബുദ്ധിയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് ശാന്തമായും ആത്മവിശ്വാസത്തോടെയും എങ്ങനെ ജീവിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി സ്റ്റോയിക് ആർട്ട് എന്നറിയപ്പെടുന്ന ആത്മനിയന്ത്രണ കലയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് സ്റ്റോയിസിസം എന്നാൽ എന്താണെന്ന് ലളിതമായി നോക്കാം. എന്തു സംഭവിച്ചാലും ശാന്തമായും ശക്തമായും ഇരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുരാതന തത്വചിന്തയാണ് സ്റ്റോയിസിസം. അതിൽ പറയുന്നു, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ, അഥവാ നിങ്ങളുടെ ചിന്തകൾ, പ്രവൃത്തികൾ, മനോഭാവം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ, അഥവാ മറ്റു ആളുകളെയോ ഫലങ്ങളെയോ ഭൂതകാലത്തെയോ അവഗണിക്കുക. സ്റ്റോയിസിസത്തിൻ്റെ ലക്ഷ്യം മനസ്സമാധാനമാണ്. ബുദ്ധിപൂർവം ജീവിക്കുക, കുഴപ്പങ്ങളിൽ സ്ഥിരത പുലർത്തുക, വികാരങ്ങൾക്ക് പകരം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. ഇതിനായി നമുക്ക് 5 രഹസ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായി, സ്റ്റോയിക് ചിന്തയുടെ അടിത്തറ. എപ്പിക്റ്റീറ്റസ്, സെനക്ക, മാർക്കസ് ഔറേലിയസ് തുടങ്ങിയ സ്റ്റോയിക്കുകൾ യുദ്ധങ്ങളിലൂടെയും പ്രവാസത്തിലൂടെയും നഷ്ടങ്ങളിലൂടെയും ജീവിച്ചു. എന്നിരുന്നാലും അവർ ശാന്തരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും ജ്ഞാനികളുമായിരുന്നു. അവരുടെ ആശയത്തിൻ്റെ കേന്ദ്രബിന്ദു ലളിതമായിരുന്നു. എപ്പിക്റ്റീറ്റസ് പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, മറ്റുള്ളവ അങ്ങനെയല്ല. പുറത്ത് സംഭവിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മനസ്സിനെയും തിരഞ്ഞെടുപ്പുകളെയും പ്രവൃത്തികളെയും എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഈ ഒരൊറ്റ തിരിച്ചറിവ് അവർ സാഹചര്യങ്ങൾക്കതീതമായി ശക്തരാക്കി. രണ്ടാമത്തേത്, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. 1. നിങ്ങളുടെ ചിന്തകൾ. നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലാണ്. 2. നിങ്ങളുടെ പ്രവൃത്തികൾ. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. 3. നിങ്ങളുടെ മനോഭാവം. നിങ്ങൾ ഒരു കാര്യത്തിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെടുകയോ ചെയ്യുക, ഇതും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അത്രയുള്ളൂ. മറ്റൊന്നും നിങ്ങളുടെ കയ്യിലല്ല. കാലാവസ്ഥ, ആളുകൾ, ഫലങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമാണ്. മാർക്കസ് ഔറേലിയസ് ഒരിക്കൽ തൻ്റെ ഡയറിയിൽ എഴുതി, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്മേൽ അധികാരമുണ്ട്, ബാഹ്യ സംഭവങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, എങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ശക്തി കണ്ടെത്തും, നിങ്ങൾ ശക്തി ആർജിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. മൂന്നാമതായി, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്. ആളുകളുടെ പെരുമാറ്റം, ഫലങ്ങൾ, ഭൂതകാലം എന്നിവ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ഊർജം പാഴാക്കുന്നു. എന്നാൽ സ്റ്റോയിക്കുകൾ ഇതിനെ മണ്ടത്തരമായിട്ടാണ് കണ്ടത്. സ്വീകാര്യത ബലഹീനതയല്ല, അത് ജ്ഞാനമാണെന്ന് അവർ പഠിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തത് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം, നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകുന്നു. സെനക്ക പറഞ്ഞു,
നമ്മൾ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് ഭാവനയിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിൽ അല്ല, എന്ത് സംഭവിക്കുമെന്ന് അമിതമായി ചിന്തിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ വേദനയുടെ ഭൂരിഭാഗവും ജനിക്കുന്നത്. അതിനാൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് സ്വയം ചോദിക്കുന്നതിന് പകരം ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തു ചെയ്യാൻ കഴിയും എന്ന് സ്വയം ചോദിക്കുക. അതാണ് സ്റ്റോയിക് ചിന്ത. നാലാമത്തേത് അകൽച്ചയുടെ ശക്തി. അകൽച്ച എന്നാൽ കരുതലില്ലായ്മ എന്നല്ല അർത്ഥമാക്കുന്നത്. അതിനർത്ഥം വിവേകത്തോടെ കരുതൽ കാണിക്കുക എന്നാണ്. നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, വലിയ സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷെ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാതെ വരുമ്പോഴും നിങ്ങൾ തളർന്നു പോകുന്നില്ല. കാരണം നിങ്ങളുടെ സമാധാനബോധം ഇനി ഫലങ്ങളെ ആശ്രയിച്ചല്ല. എപ്പിക്റ്റീറ്റസ് തൻ്റെ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു, കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്ന് ആഗ്രഹിക്കരുത്. അവ സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുക. നിങ്ങളുടെ ജീവിതം സുഗമമായി നടക്കും. പരാജയം, തിരസ്കരണം അല്ലെങ്കിൽ നഷ്ടം എന്നിവ നേരിടുന്നതും ശാന്തത പാലിക്കുന്നതും ചെയ്യുന്നത് സങ്കല്പിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. അതാണ് സ്റ്റോയിക് ശക്തി. അഞ്ചാമതായി, ദൈനംദിന ജീവിതത്തിൽ സ്റ്റോയിസിസം പ്രയോഗിക്കൽ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് എങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രഭാതം ഒരു ചോദ്യത്തോടെ ആരംഭിക്കുക. ഇന്ന് എൻ്റെ നിയന്ത്രണത്തിൽ എന്താണുള്ളത്? എന്താണ് എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത്? പ്രതികരിക്കുന്നതിന് മുമ്പ് താൽക്കാലികമായി നിർത്തുക. ദേഷ്യമോ ഉത്കണ്ഠയോ ഉയരുമ്പോൾ ഒരു ശ്വാസം എടുക്കുക. എന്നിട്ട് ഇത് എൻ്റെ നിയന്ത്രണത്തിലാണോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ ദിവസം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. എനിക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഊർജം പാഴാക്കിയോ? ഇത് ദിവസവും ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ബുള്ളറ്റ് പ്രൂഫായി മാറുന്നു. നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് നിർത്തി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുക. അവസാനമായി പറയട്ടെ, സ്റ്റോയിസിസം വികാരരഹിതമായ ജീവിതത്തെക്കുറിച്ചല്ല, അത് വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ അറിയാം, ആഴത്തിൽ തോന്നുന്നു, പക്ഷേ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ജീവിതത്തിൻ്റെ ഇരയാകുന്നത് നിർത്തി അതിൻ്റെ തന്ത്രജ്ഞനാകാൻ ശ്രമിക്കുക. ഈ സ്റ്റോയിക് സത്യം ഓർമ്മിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത് നിയന്ത്രിക്കുക, നിങ്ങൾക്ക് കഴിയാത്തത് അവഗണിക്കുക. അത് വെറും തത്വചിന്തയല്ല, ആന്തരിക സമാധാനത്തിനും ശ്രദ്ധയ്ക്കും തടയാനാവാത്ത ശക്തിക്കുമുള്ള രൂപരേഖയാണിത്. അതിനാൽ അടുത്ത തവണ ജീവിതം നിങ്ങളെ കുഴപ്പത്തിലാക്കുമ്പോൾ നിശബ്ദമായി പുഞ്ചിരിക്കൂ. കാരണം നിങ്ങൾക്ക് ഇതിനകം തന്നെ ഈ രഹസ്യം അറിയാം. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.